ഹായ് ഒരുവൺ, വെൽക്കം ടു ആംഗ്ലവേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IELTS അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് വണ്ണിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ടൈപ്പാണ്, ആൻഡ് ദാറ്റ് ഈസ് പൈ ചാർട്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പൈ ചാർട്ട് എന്ന് പറയുന്നത് ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ അത്യാവശ്യം എളുപ്പമുള്ളൊരു സെഗ്മെൻ്റ് ആണ്. ഇതിൻ്റെ സ്ട്രക്ചർ ആസ് യൂഷ്വൽ എല്ലാ റൈറ്റിംഗ് ടാസ്കും സ്ട്രക്ചറും പോലെ തന്നെയാണ്. എങ്കിലും നമുക്ക് നോക്കാം. മെയിനായിട്ട് 5 പാരഗ്രാഫാണ് വരുന്നത്. മാക്സിമം 5 പാരഗ്രാഫേ വരുള്ളൂ, അതേത് ടാസ്ക് ഓൺ ടൈപ്പിലാണെങ്കിലും. ഒന്നാമതായി ഇൻട്രൊഡക്ഷൻ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ എന്താ എഴുതേണ്ടതെന്നുള്ളത്. എന്താണ് പാരഫ്രൈസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് നമ്മൾ എഴുതേണ്ടത് ഓവറോൾ ആണ്. ആൻഡ് ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓവറോൾ സെക്കൻഡോ അല്ലെങ്കിൽ ലാസ്റ്റ് പാരഗ്രാഫായിട്ടോ നമുക്ക് എഴുതാൻ പറ്റും. പ്രധാനമായി ഒറ്റ നോട്ടത്തിൽ നമുക്ക് പാരഗ്രാഫ് കാണുമ്പോൾ കിട്ടുന്ന ഒബ്സർവേഷനാണ് ഇവിടെ നമ്മൾ എഴുതുന്നത്. ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2, ബോഡി പാരഗ്രാഫ് 3 ഇതിന് ഫോളോ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടന്റ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ നമ്മൾ പാരഗ്രാഫ് അതിൻ്റേതായ ക്രൈറ്റീരിയ വെച്ച് തിരിക്കുന്നതായിരിക്കും. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ ആക്ച്വൽ ക്വസ്റ്റ്യൻ ആൻഡ് ഹൗ വി ആർ ഗോയിങ് ടു റെസ്പോണ്ട് ടു ദാറ്റ് ക്വസ്റ്റ്യൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ദ ചാർട്ട് ഷോ ചേഞ്ചസ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ഇൻ എ കൺട്രി ഇൻ 1985 ആൻഡ് 2003. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ചാർട്ട്സിൽ ഒരു കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് എനർജി റിസോഴ്സസിൻ്റെ പ്രൊപ്പോർഷൻ പറഞ്ഞേക്കുവാണ്. 1985 പറഞ്ഞിട്ടുണ്ട്, 2003 പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ചാൽ 1985 എങ്ങനെയായിരുന്നു എന്നും പറയണം, 2003 എങ്ങനെയായി എന്നും പറയണം. അതനുസരിച്ച് ടെൻസിന് വ്യത്യാസം വരും. ഒരു സാമ്പിൾ ആൻസർ നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് നല്ല രീതിയിലൊന്ന് അതിന് മുമ്പ് ചെക്ക് ചെയ്യാം. സോ 1985 ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഓയിലായിരുന്നു മേജർ പാർട്ട്, 52% ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയാനാണെങ്കിൽ ന്യൂക്ലിയർ, അതിനുശേഷം നാച്ചുറൽ ഗ്യാസ്, ഹൈഡ്രജൻ, കോള്, ഏറ്റവും ചെറുതായിട്ട് 1% ആയിട്ട് അതർ റിന്യൂവബിൾ റിസോഴ്സും കൊടുത്തിട്ടുണ്ട്. 2003 18 വർഷത്തിന് ശേഷം വന്നപ്പോൾ ഓയിലിൻ്റെ ശതമാനം നല്ല രീതിയിൽ കുറഞ്ഞ് 39ആയി. അതേസമയം ന്യൂക്ലിയറും കുറഞ്ഞു, എന്നാൽ ചില സംഭവങ്ങൾ കൂടി. ഫോർ എക്സാമ്പിൾ നാച്ചുറൽ ഗ്യാസ് 13 23ആയി. സോ ഈ ചേഞ്ചസ് ഒക്കെ നല്ല വ്യക്തമായിട്ട് നമ്മുടെ ആൻസേഴ്സിൽ ഡെപിക്റ്റ് ചെയ്യാൻ പറ്റണം എന്ന് മാത്രമാണ് നമുക്ക് വിചാരിക്കുന്ന ബാൻഡ് കിട്ടുള്ളൂ. സോ ആദ്യമായി തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് നോക്കാം. സോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പാരഫ്രൈസ് എഴുതുന്ന വാക്കുകളാണ്. ചോദ്യം എങ്ങനെയായിരുന്നു നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം. ദ ചാർട്ട്സ് ഷോ ചേഞ്ചസ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം ഡിഫറെൻറ്റ് റിസോഴ്സസ് ഇൻ എ കൺട്രി ഇൻ 1985 ആൻഡ് 2003. ആൻഡ് ഇതിൻ്റെ ഡയറക്റ്റ് പാരഫ്രൈസിംഗ് ആണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ വരുന്നത്. അതെങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ദ ഗിവൺ പൈ ചാർട്ട്സ് ഡെപ്പിക്റ്റ്, അവിടെ ഷോ എന്നായിരുന്നു, ഇവിടെ ഡെപ്പിക്റ്റ് എന്നായി. ഇല്ലുസ്ട്രേറ്റ്സ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ഇതുപോലത്തെ വാക്കുകളൊക്കെ നിങ്ങൾക്ക് സാഹചര്യം അനുസരിച്ച് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ദ പ്രൊപ്പോർഷൻ ഓഫ് എനർജി ജനറേറ്റഡ് ഫ്രം വേരിയസ് റിസോഴ്സസ്, അവിടെ പ്രൊഡ്യൂസ് എന്നായിരുന്നു, ഇവിടെ നമ്മൾ ജനറേറ്റഡ് എന്നാക്കി. ഇൻ എ പർട്ടിക്കുലർ കൺട്രി ഇൻ എ മാറ്റർ ഓഫ് 18 years. അതിനോടൊപ്പം തന്നെ ഒരു ഒബ്സർവേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ യൂസ് ഓഫ് സം സോഴ്സസ് ഡിക്രീസ്ഡ് വെറാസ് അതേഴ്സ് ഇൻക്രീസ്ഡ്. നമ്മൾ തുറവായിട്ട് കുറച്ച് മുമ്പ് നമ്മൾ വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലാക്കിയിരുന്നു, ചിലത് കൂടിയതും ചിലത് കുറഞ്ഞതായിട്ട് കണ്ടത്. അതാണ് നമ്മളൊരു എക്സ്ട്രാ സെൻറ്റൻസ് ആയിട്ട് പാരഫ്രൈസിൻ്റെ ക്വസ്റ്റിൻ്റെ കൂടെ നമ്മൾ എഴുതുന്നത്. അതിനുശേഷം ഓവറോൾ എഴുതിയിട്ടുണ്ട്. ഓവറോളിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കിട്ടുന്ന ഒബ്സർവേഷൻസ് ഡെപിക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതിങ്ങനെയാണ്: ദ മാക്സിമം എനർജി വാസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഓയിൽ ആൻഡ് ദ ലീസ്റ്റ് ഫ്രം ഹൈഡ്രജൻ ആൻഡ് അതർ റിന്യൂവബിൾ റിസോഴ്സസ് ത്രൂ ഔട്ട് ദ പീരീഡ് ഓഫ് 18 years. നമ്മൾ ഗ്രാഫ് ഒരുപാട് ചെക്കൗട്ട് ചെയ്തപ്പോൾ കണ്ടതാണ്. 2 വർഷവും ഓയിൽ തന്നെ മുന്നിട്ടുന്നത്. ആദ്യം 52 ആയിരുന്നു, പിന്നെ 39ആയി. എന്നാൽ ഹൈഡ്രജനും അതർ റിന്യൂവബിൾ റിസോഴ്സും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1% നമ്മൾ ആദ്യം കണ്ടതാണ്. ആൻഡ് രണ്ടാമത്തെ തവണ അതിന് 4% ഉണ്ടായിരുന്നുള്ളൂ 2003. സോ വലിയ വ്യത്യാസം വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ലോവസ്റ്റ് എമൗണ്ട് ഓഫ് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്തതും അവിടെ നിന്നാണ്. സോ ഏറ്റവും വലുതും ഏറ്റവും ചെറുതുമാണ് നമ്മൾ ഓവറോളിൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ കറക്റ്റായിട്ടുള്ള ന്യൂമറിക്കൽ ഡേറ്റ കൊടുത്തിട്ടുമില്ല. സോ ഇതുപോലെ ആയിരിക്കണം ഒരു ഐഡിയൽ ഓവറോൾ നിങ്ങൾ എഴുതേണ്ടത്, അതിപ്പോൾ പൈ ചാർട്ടിനാണെങ്കിലും എന്തിനാണെങ്കിലും. ദെൻ വി മൂവ് ഓൺ ടു ബോഡി പാരഗ്രാഫ് 1. വളരെ മനോഹരമായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാരഗ്രാഫ് തിരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ 2 ഗ്രാഫ് കണ്ടു, 85 2003. നമ്മൾ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാരഗ്രാഫ് തിരിക്കുമ്പോൾ ഗ്രാമർ വളരെ കറക്റ്റായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ വായിക്കുമ്പോൾ ഒരു ഫ്ലോ കിട്ടാനും പറ്റും. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഞാൻ വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇങ്ങനെയാണ് ബോഡി പാരഗ്രാഫ് 1. ഇൻ 1985 1985 ദ മെജോറിറ്റി ഓഫ് എനർജി ഹാഡ് ബീൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഓയിൽ വിത്ത് 52%. 1952 ഭൂരിഭാഗം എനർജിയും ഓയിലാണ് പ്രൊഡ്യൂസ് ചെയ്തത്, 52%. സോ ഏറ്റവും വലുതിനെ ദ മെജോറിറ്റി ഓഫ് എന്ന് പറഞ്ഞിട്ട് അവർ ഡെപ്പിക്റ്റ് ചെയ്തു. അപ്പോൾ 52% നമ്മൾ കണ്ടതുമാണ്. ഇറ്റ് വാസ് ഫോളോഡ് ബൈ ന്യൂക്ലിയർ അറ്റ് 22% ആൻഡ് നാച്ചുറൽ ഗ്യാസ് at 13%.
നമ്പർ 2 ആൻഡ് നമ്പർ 3 ഇറ്റ് വാസ് ഫോളോവേഡ് ബൈ എന്ന് പറഞ്ഞൊരു കണക്റ്റീവ് വെച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞേ, അടുത്ത സ്ഥാനം പുറത്തേക്കുമാണ്. ദ മാർജിൻ ഓഫ് കോൾ ആൻഡ് ഹൈഡ്രജൻ ഹാഡ് ബീൻ 8 and 4% റെസ്പെക്റ്റീവ്ലി. പ്ലീസ് നോട്ട് ദാറ്റ് യൂസേജ്, റെസ്പെക്റ്റീവ്ലി. റെസ്പെക്റ്റീവ്ലി എന്നുള്ള ഒരു വാക്കിൻ്റെ ബലത്തിലാണ് ഇത്രയും ഭംഗിയായിട്ടുള്ള സെൻറ്റൻസ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. സോ ആദ്യം ദ മാർജിൻ ഓഫ് കോൾ എന്ന് പറഞ്ഞു, കോളിൻ്റെ മാർജിനാണ് 8% ആൻഡ് ഹൈഡ്രജൻ ഹാഡ് ബീൻ 8 and 4 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ആൻഡ് ഫൈനലി ഏറ്റവും കുറവായിരുന്ന 1% നമ്മൾ കണ്ട് അതർ റിന്യൂവബിൾ റിസോഴ്സിനെ പറ്റി പറഞ്ഞേക്കുവാണ്. ദ ലീസ്റ്റ് ഷെയർ വാസ് ഹെൽഡ് ബൈ അതർ റിന്യൂവബിൾ റിസോഴ്സസ് വിത്ത് ജസ്റ്റ് 1%. സോ ലുക്ക് അറ്റ് ദ കോഷൻ ആൻഡ് കോറൻസ് ഇല്ലസ്ട്രേറ്റഡ് ഹിയർ. ഏറ്റവും വലുത് പറഞ്ഞു, 2ാം സ്ഥാനവും 3ാം സ്ഥാനം പറഞ്ഞു, ഇറ്റ് വാസ് ഫോളോഡ് ബൈ എന്ന് പറഞ്ഞിട്ട്, മെജോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ആദ്യത്തെ പറഞ്ഞു, റെസ്പെക്റ്റീവ്ലി ചേർത്ത് 2 കൂട്ടി പറഞ്ഞു, ഏറ്റവും ചെറുത് തന്നെ ദ ലീസ്റ്റ് ഷെയർ എന്ന് പറഞ്ഞ് കൂട്ടി പറഞ്ഞു. ഇതിനോടൊപ്പം തന്നെ ഹാഡ് ബീൻ എന്നുള്ള നല്ല യൂസേജ് കൊണ്ട് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാവുന്ന നല്ല ഒഴുക്കുള്ള ഒരു ഫ്ലോ ഉള്ളൊരു പാസേജ് ആയിട്ടെന്ന് മാറി. ആൻഡ് ഇതുപോലെയാണ് ഒരു ബോഡി പാരഗ്രാഫ് തിരിക്കേണ്ടത്. വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാരഗ്രാഫ് തിരിച്ചിട്ടും ഇതുപോലെ ഫ്ലോ നിർമ്മിച്ചിട്ടും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ബോഡി പാരഗ്രാഫ് 2. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബോഡി പാരഗ്രാഫ് 2-ൽ ലൈക്ക് ഐ മെൻഷൻ ബിഫോർ, അതിനുശേഷം വന്ന മാറ്റങ്ങളാണ് പറയേണ്ടത്. സോ ആസ് ഓഫ് 2003 എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഒക്കേർഡ്. The proportion of oil fell by 13% and reached 39%. So still നിങ്ങളൊരു കാര്യം ആലോചിക്കുക, 1985 നിന്ന് 2003 18 വർഷം കഴിയുന്നുള്ളത് ശരിയാണ്. പക്ഷേ 2003 എന്ന് പറയുന്നത് ഇപ്പോഴും പാസ്റ്റ് ടെൻസിൽ തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ പാസ്റ്റ് ടെൻസിൽ തന്നെയാണ് സംസാരിക്കേണ്ടത്. സോ ദ പ്രൊപ്പോർഷൻ ഓഫ് ദ ഓയിൽ ഫെൽ എന്ന് പറഞ്ഞു കൊടുത്തതിൻ്റെ ലോജിക്കും അവിടെ തന്നെയാണ്. 13% കുറഞ്ഞ് 39%. നാച്ചുറൽ ഗ്യാസ് ഗോട്ട് ദ സെക്കൻഡ് പൊസിഷൻ വിത്ത് 23%. നമ്മൾ ചെക്കൗട്ട് ചെയ്തപ്പോൾ കണ്ടതാണ് 13% നിന്ന് നാച്ചുറൽ ഗ്യാസ് 10% കൂട്ടി 23%. സോ സെക്കൻഡ് പൊസിഷൻ ഹെൽഡ് ചെയ്തു. ഇപ്പോഴും ആ ഒരു റാങ്കിങ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വൈൽ ദ ഷെയർ ഓഫ് ന്യൂക്ലിയർ ഡിക്രീസ്ഡ് ബൈ 5%. അതായത് ന്യൂക്ലിയറിൻ്റെ ഷെയർ 5% കുറഞ്ഞപ്പോൾ ദ ഷെയർ ഓഫ് കോൾ ഇൻക്രീസ്ഡ് ബൈ 5%. കോളിൻ്റെ 5% കൂടി ആൻഡ് റീച്ച്ഡ് 17% ആൻഡ് 13% റെസ്പെക്റ്റീവ്ലി. വാട്ട് എ ബ്യൂട്ടിഫുൾ സെൻറ്റൻസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇവിടെ കൃത്യമായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയർ 22 നിന്ന് 17 5% കുറഞ്ഞു. അതേസമയം കോള് 8 നിന്ന് 13. സോ ഇവിടെയുള്ള കൃത്യമായിട്ടുള്ള ആ മാത്തമാറ്റിക്സ് മനസ്സിലാക്കി ഒരെണ്ണം 5 കൂടിയപ്പോൾ ഒരെണ്ണം 5 കുറഞ്ഞു. വയൽ വെച്ച് ആ സെൻറ്റൻസ് കണക്ട് ചെയ്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സംഭവം ഇവിടെ റെഡിയാക്കിയേക്കുവാണ്. ആൻഡ് ദെൻ അവരേറ്റവും കുറഞ്ഞ ലീസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സിനെ പറ്റി പറയുവാണ് 2003 ഹൈഡ്രജൻ സ്റ്റുഡ് ദ സെയിം. ഹൈഡ്രജൻ അവിടെ തന്നെ നിന്നെന്ന് പറഞ്ഞ് പിന്നെയും നമ്പർ എടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ എഴുതുന്നതും ഒരു നല്ല യൂസേജ് തന്നെയാണ്. വേറാസ് അതർ റിന്യൂവബിൾ റിസോഴ്സസ് റീച്ച്ഡ് 4%. അതായത് 3% കൂടി 4% ആയി. സോ ഈ 2 പാരഗ്രാഫ് വായിക്കുമ്പോഴും ഏതൊരാൾക്കും ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാവുന്നതും എന്നാൽ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ഫ്ലോ കീപ്പ് ചെയ്തതായിട്ടും വ്യക്തമാവുന്നുണ്ട്. ആൻഡ് ഇവിടെയാണ് കോഷൻ ആൻഡ് കോഹറൻസ് ഇരിക്കുന്നത്. ഇവിടെയാണ് ഒരു ബ്യൂട്ടിഫുൾ ടാസ്ക് 1 എസ്സേയുടെ ക്രച്ച് ഇരിക്കുന്നത്. സോ നിങ്ങളും ഇനി ഒരു INTS അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് 1 എസ്സേ എൻകൗണ്ടർ ചെയ്യേണ്ടി വന്നാൽ, അതിപ്പോൾ പൈച്ചാട്ടാവട്ടെ അല്ലെങ്കിൽ വേറൊരു മോഡൽ ആവട്ടെ, ഇതുപോലത്തെ റൂൾസ് ഫോളോ ചെയ്യാനും ഇതുപോലത്തെ കണക്റ്റീവ്സ് വെച്ച് essays നിർമ്മിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് മോർ അബൌട്ട് IELTS അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് 1, ഞങ്ങൾ എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സിലും ഫ്രീ ഡെമോ ക്ലാസ്സസ് ആംഗ്ലോവേഴ്സിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ കാലിബർ ഒരു പരിധി വരെ മെഷർ ചെയ്യാനും അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റും. സോ മേക്ക് ഷുവർ ടു ചെക്ക് ദ ലിങ്ക് given in the description for attending the trial class. And thank you so much for listening. I'll see you next week.